ഹലോ നമസ്കാരം, ഞാൻ ജോർജ് എസ് തോമസ്. ഞാൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു അറ്റ് മെഡിഹബ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ കൂടെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഐസക് തോമസ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈസ് ഡോക്ടറേറ്റ് ഓഫ് അക്കാഡമിക് കൗൺസിലിംഗ് ഫ്രം MG യൂണിവേഴ്സിറ്റി. ഇന്ന് അദ്ദേഹം ഒരുപാട് പേർക്ക്, ഒരുപാട് സ്റ്റുഡൻസിന് ഇൻ്റർനാഷണലി ആൻഡ് നാഷണൽ വൈഡ് ആയിട്ടും ഒരുപാട് സ്റ്റുഡൻസിന് അവരെ ഗൈഡ് ചെയ്യാനും അവരുടെ മെൻറ്ററായിട്ടിരിക്കാനും ചെയ്യുന്ന വലിയ പേഴ്സണാലിറ്റിയാണ്. സോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രമിക്കാം. everyone to buckle up your seat. So sir, we had a good time. നമുക്ക് ഒത്തിരി നല്ലൊരു സമയം, ക്വാളിറ്റി ടൈം നമുക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചു ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ UG കോഴ്സുകളെ പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് PG കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിനകത്ത് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന PG കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഓൺലൈൻ മോഡിൽ നമുക്ക് പഠിക്കുവാനുള്ള ഒരു അനന്ത സാധ്യതകൾ ഒരുങ്ങുമ്പോൾ ഇന്ന് UG പ്രോഗ്രാം, ഗ്രാജുവേഷൻ പല വിഷയങ്ങളിലും എടുത്ത് കുട്ടികൾ പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പലരും ഗ്രാജുവേഷൻ പ്രോഗ്രാം എടുക്കുന്നത്. പക്ഷേ ഗ്രാജുവേഷൻ കഴിയുമ്പോഴാണ് അറിയുന്നത് ഗ്രാജുവേഷൻ കൊണ്ട് തീരുന്നില്ല. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അതേപോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത്ര കണ്ട് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടുന്ന ഇടങ്ങളിലാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അവർക്കൊരു കരിയറിലായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തുടർന്ന് വീണ്ടും ഒരു മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് അതും എടുക്കുന്ന മാസ്റ്റേഴ്സിലെ സ്പെഷ്യലൈസേഷനൊക്കെ അനുസരിച്ചാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഓൺലൈൻ ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി മെഡിഹബിൻ്റെ പ്രത്യേകമായ നേതൃത്വത്തിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഏതൊക്കെ പ്രോഗ്രാമുകൾ ആർക്കൊക്കെ ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. പ്രധാനമായും നമുക്കറിയാലോ, എനി ഗ്രാജുവേഷൻ വെച്ച്, അതാണ് മനസ്സിലാക്കേണ്ടത്. എനി ഗ്രാജുവേഷൻ എടുത്ത ഒരു കുട്ടിക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് MBA. മലയാളം പഠിച്ച ഒരാൾക്ക് MBA എടുക്കാം. ഓൺലൈൻ മോഡിലോ റെഗുലർ മോഡിലോ ഏത് മോഡിൽ പഠിച്ചാലും യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയ കോഴ്സാണ് എങ്കിൽ ആ കുട്ടിക്ക് MBA പ്രോഗ്രാമിന് പോകാം. MBA പ്രോഗ്രാമിന് പോകാമെങ്കിൽ ആ കുട്ടിക്ക് എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ മികച്ചതാണെങ്കിൽ, അതൊരു ഈ പറയുന്ന പോലെ ഓൺലൈൻ ലേണിംഗ് രീതിയിലാണെങ്കിൽ UG കഴിഞ്ഞ ഒരു കുട്ടിക്ക് PG പ്രോഗ്രാം MBA എടുത്താൽ ജോലിയോടൊപ്പം, പഠനത്തോടൊപ്പം പല പാർട്ട് ടൈം ജോലി ചെയ്തും ഈ കോഴ്സ് പൂർത്തിയാക്കാം. അപ്പോൾ അതൊരു വലിയൊരു സാധ്യതയാണ്. അങ്ങനെ MBA പ്രോഗ്രാമിൽ ഫിനാൻസിൽ MBA ഉണ്ട്, മാർക്കറ്റിൽ MBA ഉണ്ട്. വളരെ മികച്ച ഉയർന്ന പൊസിഷനിലേക്ക് ഒരു കമ്പനിയിൽ എത്താൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ MBA ഉണ്ട്. കൂടാതെ ഇപ്പോഴത്തെ ഏറ്റവും വളരെ അഡ്വാൻസ്ഡും അറ്റ് ദ സെയിം ടൈം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. അങ്ങനെ ഈ പറയുന്ന സ്പെഷ്യലൈസേഷനുകളിലൊക്കെ നമുക്ക് ഓൺലൈനിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം MBA ഇവിടെ ജെയിനിൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് BCom കഴിഞ്ഞൊരു കുട്ടിക്ക് MCOMന് പോകാം, MCOM പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ BCA കഴിഞ്ഞ ഒരാൾക്ക് MCAക്ക് പോകാൻ പറ്റും, വിവിധ സ്പെഷ്യലൈസേഷനോടുകൂടി. അതിനകത്ത് ഈ ഡാറ്റാ സയൻസിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പിന്നെ സൈബർ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ ഡാറ്റ അനലിസ്റ്റായിട്ടും ഒക്കെ പോകത്തക്ക, മെഷീൻ ലേണിംഗ് ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി IT പ്രൊഫഷണലായിട്ടൊക്കെ മാറാൻ സഹായിക്കുന്ന തരത്തിൽ മാറാം. കൂടാതെയാണ് ആർട്സ് സബ്ജക്റ്റുകളിലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം, ലൈക്ക് MA പ്രോഗ്രാം. MA ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സിലാണ്. അതിലൊരു വളരെ മികച്ച ഒന്നാണ് ഇപ്പോൾ സൈക്കോളജിയിലും അതേപോലെ തന്നെ ഇക്കണോമിക്സിലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നത്. സൈക്കോളജി ഇപ്പം BA എന്ന് മാറി ഇപ്പോൾ BSc MSc ഒക്കെ ആയിട്ടുണ്ട്. ഇതും നമുക്ക് ആ രീതി പഠിക്കാനുള്ള അവസരമുണ്ട്. അതിന് പറ്റിയ സപ്പോർട്ടീവായിട്ടുള്ള ലാബ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ പ്യൂർലി ലാബ് ഓറിയൻറ്റഡ് അല്ല, പക്ഷേ ഇതൊരു ബ്രെയിൻ സയൻസ് ആയതുകൊണ്ട്, ബിഹേവിയർ സയൻസ് ആയതുകൊണ്ട് അത്തരത്തിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ സൈക്കോളജിക്കൽ സ്റ്റഡീസും ഒക്കെ പഠിക്കാൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. വളരെ ഇനി വരും കാലങ്ങളിൽ നമ്മളൊക്കെ ഒരു UGയിൽ മാത്രം വിദ്യാഭ്യാസ യോഗ്യത ഒതുക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ തന്നെ ഏറ്റവും വലിയ ഒരു പരിമിതിയായി മാറും. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റേഴ്സ് എടുക്കണം. ആൺപെൺ വ്യത്യാസമില്ലാതെ ആർക്കും മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ കൂടുതൽ പ്രോഗ്രസീവായിട്ട് പഠനത്തിൽ അല്ലെങ്കിൽ ഉയർന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് മെയിൻ സ്ട്രീമിലോട്ട് വരുന്നുണ്ട്. ആൺകുട്ടികൾ പെട്ടെന്നൊരു ജോലി കിട്ടിയതുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. എന്നാൽ നിലവിലൊരു ജോലി കിട്ടി, ഗ്രാജുവേഷനുണ്ട്,
50% മാർക്കോട് കൂടി 50% മാർക്കോട് കൂടി മാസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ സോഷ്യൽ സയൻസുകാർക്കും 50% ഗ്രാജുവേഷൻ BSc ഉള്ളവർക്ക് MSc പ്രോഗ്രാമുകളിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നുള്ളതാണ്. വിവിധ സയൻസ് സബ്ജക്റ്റുകളുടെ MSc പ്രോഗ്രാമുകളടക്കം നമുക്ക് ഇവിടെ ഓൺലൈനായിട്ട് പഠിക്കാൻ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. നമുക്ക് അപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു പേഴ്സണലായിട്ടൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, PA ചെയ്യുന്നൊരു വിദ്യാർത്ഥി നോർമലി പോകുന്ന MAക്കാണ് പോകുന്നത്. MA അല്ലാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും കോഴ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ MBA അവർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാനത് ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നെങ്കിലും അല്പം കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, BA അവർക്ക് ഈ ലാംഗ്വേജ് എടുത്തൊരു കുട്ടിക്ക് ഓഫ് കോഴ്സ് നാച്ചുറലി എല്ലാവരും ചിന്തിക്കുന്നത് അതിൻ്റെ MA ആണ്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് പ്രത്യേകിച്ചും ഒരു ലാംഗ്വേജ് പഠനമായിക്കോട്ടെ, സോഷ്യൽ സയൻസിൻ്റേതായിക്കോട്ടെ, കൊമേഴ്സിൻ്റേതായിക്കോട്ടെ, ഏതെടുത്താലും എനി ഗ്രാജുവേഷൻ ഉള്ളൊരു കുട്ടിക്ക് ഈ MBA പ്രോഗ്രാമിന് പോകാം. ഈ പറഞ്ഞ പോലെ അല്പം കൂടി മാത്തമാറ്റിക്കൽ എബിലിറ്റി, അതേപോലെയുള്ള അപ്ലൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻ വേണ്ടവർക്ക് ഫിനാൻസ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. ബട്ട് മാർക്കറ്റിങ്ങിലേക്ക് പോകാനോ അതല്ലെങ്കിൽ HRMലേക്ക് പോകാനോ ഒക്കെ ഈ BA മലയാളം പഠിച്ച ഒരാൾക്കും പറ്റും. അപ്പോൾ ഇവിടെ എല്ലാം സ്കില്ലാണ് അസസ് ചെയ്യപ്പെടുന്നത്. തൊഴിൽ മേഖലയിൽ ഇനി വരും കാലങ്ങളിൽ സ്കില്ലാണ് വളരെയേറെ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ എബിലിറ്റി തിരിച്ചറിഞ്ഞ് അതിന് പറ്റിയ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പം മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കാതെ ഈ ഗ്രാജുവേഷനുമായിട്ട് ഒതുങ്ങിക്കൂടുന്നവർ ജീവിതത്തിൽ വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത്. കാര്യം അവർക്ക് കുറേ കൂടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പ്രാരാബ്ധമായി, ഉത്തരവാദിത്വമായി, പിന്നെ പഠനം ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ റെഗുലർ മോഡിൽ പോയി PG ചെയ്യാനായിരിക്കും പാട്. അവർക്ക് ഓൺലൈനിൽ ചെയ്യാമല്ലോ, അങ്ങനെ ആർക്കും ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരും. ഇപ്പം വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. BSc പഠിക്കുന്ന കുട്ടി BSc സയൻസ് എടുത്തു, ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചേർന്ന് കാണും, പക്ഷെ കഷ്ടപ്പെട്ട് പൂർത്തിയാക്കി കാണും. കഷ്ടപ്പെട്ടാണ് പൂർത്തിയാക്കിയതെങ്കിൽ ആ ഇഷ്ടപ്പെട്ട ഡിഗ്രി ആയിട്ട് വന്നത് അവിടെ കഷ്ടപ്പെട്ട് എൻഡ് ചെയ്ത് തീർക്കണ്ട. ആ കുട്ടിക്ക് അവിടെ ഒരു ഗ്രാജുവേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകാം വേറിട്ട വഴിയിൽ. ആ BSc ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ ആയ കുട്ടിക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ സയൻസിൻ്റെ PG പ്രോഗ്രാമുകളിലേക്ക് പോകാം. അതുകൂടാതെ MBAക്ക് പോകാം, സോഷ്യൽ വർക്ക് MSWന് പോകാം, വിദേശത്തേക്ക് പോകണമെങ്കിൽ സോഷ്യൽ വർക്കാണ്, സോഷ്യൽ വർക്കിലേക്ക് പോകാം. അങ്ങനെയുള്ള വിവിധങ്ങളാണ്. പക്ഷേ അവർ ഓർക്കണം, അവർക്ക് പറ്റിയ ഏറ്റവും യോജിച്ച ഒരു MBA പ്രോഗ്രാം തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അങ്ങനെ ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കൂടുതൽ കുട്ടികൾ വന്നത് +2 കഴിഞ്ഞ് ഏത് കോഴ്സ് എന്നുള്ളതാണ്. ഇപ്പം അതുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഞാൻ പറഞ്ഞില്ല, അത്രത്തോളം തന്നെ വരുന്നത് ഈ UG കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിസന്ധി നിൽക്കുന്ന പിള്ളേരാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, ക്വാളിഫിക്കേഷൻ, അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ എല്ലാം മെച്ചപ്പെടൽ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പഠിക്കാൻ ഇന്ന് പിള്ളേർക്ക് പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ആ പഠിക്കുമ്പോൾ തന്നെ എത്ര കുട്ടികൾക്കറിയാം, മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടി പഠിക്കാം, സ്കോളർഷിപ്പോട് കൂടി പഠിച്ച് എത്താം. അതേപോലെ ഇപ്പം ഓൺലൈൻ പഠിക്കാൻ സ്കോളർഷിപ്പ് ഒന്നും കിട്ടണമെന്നില്ല. ബട്ട് അവർക്ക് ഈ പഠനം പൂർത്തിയാക്കി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അവർക്കൊരു JRF എടുക്കാം, JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതോടുകൂടി PhDയിലേക്കുള്ള വഴി തുറക്കുക. അവർക്ക് 28 വയസ്സിനുള്ളിലാണെങ്കിൽ, ജനറൽ കാറ്റഗറി 28 വയസ്സിനുള്ളിലാണെങ്കിൽ അവർക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുക. ആ ഫെലോഷിപ്പ് നിലവിൽ അവർക്കിപ്പോൾ UG ആൻഡ് PG കഴിഞ്ഞതിന് ശേഷം കിട്ടാൻ പോകുന്ന ജോലിയേക്കാളും മെച്ചപ്പെട്ടതാണ്. അത് ഇപ്പോൾ അങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് 5 വർഷത്തേക്കുള്ള ഫെലോഷിപ്പ് ഗ്രാൻഡാണ് UGC കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ MBAയുടെ ഒരുപാട് സ്പെഷ്യലൈസേഷന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇത് പെട്ടെന്ന് ഓർമ്മയിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. നേരത്തെയൊക്കെ MBAയിൽ സ്പെഷ്യലൈസേഷൻ വരുന്ന മെയിനായിട്ട് വരുന്ന മാർക്കറ്റിംഗ്, HR, ഫിനാൻസ് എന്നീ 3 സ്പെഷ്യലൈസേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അടുത്തൊരു ഷിഫ്റ്റ് വന്നിരിക്കുന്ന ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഇതിനകത്ത് MBA തന്നെ നമുക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? സോ എന്താണ് അതിൻ്റെ ഒരു ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത? ഇപ്പോൾ മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് HR, MBA HR, മാർക്കറ്റിംഗ്,
അതിനേക്കാളൊക്കെ ഒത്തിരി സ്കോപ്പ് കൂടുതലല്ലേ മറ്റ് സ്പെഷ്യലൈസേഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും? സാറ് പറയുന്നു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പോലുള്ള ഒരു MBA പ്രോഗ്രാം ചെയ്താൽ ആ ആൾക്ക് ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ എന്താണ് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് മുതൽ ഒരു കമ്പനിയുടെ CEO ലെവൽ വരെയൊക്കെ എത്തത്തക്ക രീതിയിൽ വരാം. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റും ഉണ്ട്. ഇത് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റാണ്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അറിയാവുന്ന ഒരാൾക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലേക്ക് വേണമെങ്കിൽ പോകാം. അപ്പം മാനേജറിയൽ പൊസിഷൻ കിട്ടാൻ സാധ്യതയുള്ള എല്ലായിടത്തേക്കും ഇവർക്ക് ആളുകളെ ശരിക്കും ഡീൽ ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ, ഇൻട്രാക്ഷൻ സ്കില്ലുണ്ടെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, ഇമ്പ്രസീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശോഭിക്കാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്പെഷ്യലൈസേഷൻസ് ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പം MBA എന്ന് പറയുന്ന പ്രോഗ്രാമിന് സ്കില്ല് നന്നായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു രീതിയിലാണ് പഠിച്ചെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈനിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് കണ്ടൻറ്റും അത്തരത്തിലുള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഫാക്കൽറ്റിയുമാണ് ഈ ഓൺലൈൻ സെഷനുകൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ കിട്ടി അവർക്ക് അതിനനുസരിച്ച് കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി പഠിക്കണം. പിന്നെ ന്യൂജൻ സ്പെഷ്യലൈസേഷൻസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസേഷൻ വരുന്നപ്പോൾ MBAക്കും വരും. അതൊക്കെ ഓൺലൈൻ മോഡ് നമുക്ക് കൊടുക്കാനും കിട്ടാനും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ BCA പഠിച്ചൊരു വിദ്യാർത്ഥി, അതെ തീർച്ചയായും ഇപ്പോൾ BCAയിൽ എടുത്തു വരുന്ന ഒരു പുതിയൊരു സ്പെഷ്യലൈസേഷൻ കണ്ടുവരുന്നത് AI ആൻഡ് മെഷീൻ ലേണിംഗ്. ഇത് ചെയ്യാത്തൊരു സ്റ്റുഡൻ്റാണെന്ന് വിചാരിക്കുക. BCA ഉണ്ട്, ഇപ്പോൾ AIയുടെ ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് BA പഠിച്ചു, BA ലിറ്ററേച്ചർ പഠിച്ചു, ഇനി PGക്ക് പോകുമ്പോൾ MBA AI ആൻഡ് മെഷീൻ ലേണിംഗ് പഠിക്കാൻ പറ്റുമോ? കാരണം അദ്ദേഹത്തിന് ബേസിക്സ് ഇല്ല, ന്യൂ ടു AI ആണ്. അങ്ങനെ സ്പെഷ്യലൈസേഷനിലേക്ക് ഒരു ഷിഫ്റ്റ് നടത്താനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അപ്പം ഈ AI-യിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് അല്ലേ? അതെ, ഓക്കെ. തീർച്ചയായിട്ടും ജോർജി സാർ പറഞ്ഞ പോലെ ഈ നമ്മുടെ AI എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇന്ന് നമ്മൾ പ്രവചിക്കുന്നതിനേക്കാളും എത്രയോ അധികം ഇമ്പാക്റ്റാണ്. പ്രത്യേകിച്ച് ഒരു 5 വർഷത്തോടെ കഴിയുമ്പോൾ 2030-കളിൽ AI-യെക്കുറിച്ചൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പകരം ഇവിടെ നിന്ന് പല ജോലികളും ചെയ്യുന്ന AI ആയിരിക്കും, AI-യുടെ സഹായത്തോടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെക്നോളജി ഈ ആൾ പഠിക്കുമ്പോൾ, സ്പെഷ്യലൈസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകാവുന്ന കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത് വളരെ വളരെ എന്താണ് ഈ ആക്യുറേറ്റ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, വളരെയേറെ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. അപ്പം അതിനകത്ത് ആ ആൾക്ക് ഇപ്പോഴേ തന്നെ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്ര അഡ്വാൻസ്ഡായി പോകാൻ പറ്റും, ടെക്നോളജിക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിലെ ഒരു വലിയൊരു നേട്ടമായിരിക്കും. വരും കാലഘട്ടങ്ങളിൽ ഇത്തരം ടെക്നോളജിയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും പല മേഖലകളിലേക്കും പോകേണ്ടത്. അങ്ങനെയുള്ള മേഖലകളെ മുന്നിൽ കണ്ട് മുമ്പോട്ട് പോകാനും ആ ഒരു സ്പെഷ്യലൈസേഷനിലൂടെ വളരാനും പറ്റും. പക്ഷെ പലപ്പോഴും പല കുട്ടികളും ഈ നമ്മൾ പറയല്ലേ, ചില പണ്ട് കാലത്ത് കാരണന്മാർ നല്ല നല്ല സ്ഥലങ്ങൾ മേടിച്ചിട്ടു, അല്ലെങ്കിൽ നല്ല നല്ല സ്പോട്ട് കണ്ടെത്തി, അതിനേക്കാളും പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഓർക്കണം, ഇന്ന് നോക്കണേ, എത്രയോ പേര് എത്രയോ വ്യത്യസ്തമായ വീടുകൾ വെക്കുന്നു, വളരെ ഡിസൈൻ ചെയ്തെടുക്കുന്നു. പക്ഷെ നോക്കണം, ഇതിലും മെച്ചപ്പെട്ട ഡിസൈനുകൾ കാലത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു, സൗകര്യങ്ങളുണ്ടാകും. പക്ഷെ ഞാൻ ഓർക്കുന്നത് അതിനു വേണ്ടിയിട്ട് വെൽ പ്ലാൻ ചെയ്ത് അതിൻ്റെ ടെക്നോളജികളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വീട് വെക്കാൻ നമ്മൾ കാട്ടുന്ന കരുതലും ശ്രദ്ധയും ആ വീട്ടിൽ കഴിയുന്നൊരു കുട്ടിയുടെ പഠനത്തിലില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്കില്ല. എന്തുകൊണ്ടായില്ലാതെ? ഈ പറയുന്ന പോലെ വരും കാലഘട്ടങ്ങളിലെ സാധ്യതകളെ മുൻനിർത്തി വേണം നമ്മൾ പഠിക്കാൻ. അപ്പം അങ്ങനെ സാധ്യതകളെ കണ്ടുകൊണ്ടാണ് MBAക്ക് ആയിക്കോട്ടെ, ഈ എൻജിനീയറിംഗ് 100+ സ്പെഷ്യലൈസേഷനാണ്. അതിനോട് കടപിടിച്ച് ഒരേ ഒരു വിഷയമുള്ള MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എൻജിനീയറിങ്ങിനോടൊപ്പത്തിനൊപ്പം വരികയാണ്. കാരണം ടെക്നോളജിയോടൊപ്പവും കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളോടൊപ്പവും ചലിക്കാൻ, മുമ്പോട്ട് കൊണ്ടുപോകാൻ, മനുഷ്യർക്ക് വേണ്ട കാര്യങ്ങളെ മാനേജ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ന്യൂജൻ സ്പെഷ്യലൈസേഷൻ MBAയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൽ ഈ പറഞ്ഞ AI പോലെയുള്ള ഇതിന് വലിയ സാധ്യത വരും എന്നുള്ളതാണ്.
മനസ്സിലായോ? ഇപ്പം MBA മാത്രമല്ല MCA വഴിയുള്ള സ്പെഷ്യലൈസേഷൻ ആയിരിക്കും അതിനകത്ത് ഏറ്റവും മികച്ചത്. MBAയിലേക്കും അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുള്ള സ്പെഷ്യലൈസേഷൻസ് പലതും വരാം. സോ അതൊരു എനിക്ക് തോന്നുന്നു ഓൺലൈൻ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു വലിയൊരു ഒരു പ്രത്യേകതയാണ് അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് സ്പെഷ്യലൈസേഷനിലേക്ക് മറ്റിടത്തു നിന്നൊരു ആൾക്ക് പറ്റും വേറൊരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത് സാധിക്കും. സോ അടുത്ത് എനിക്ക് ചോദിക്കാൻ ആഗ്രഹം, നമ്മൾ ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ എന്താണ് അവർ ചെയ്യുന്ന കോഴ്സുകളെ പറ്റി ചെയ്യുന്ന അവരുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ മേഖലയിൽ? ജെയിൻ യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ തന്നെ എനിക്കൊന്ന് ഒരു 65ാമത്തെ സ്ഥാനം അവർ ഇപ്പം നേടിയിട്ടുണ്ട്. ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു മികച്ച മുന്നേറ്റമാണ് അവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ ലേണിങ്ങിന് ഉള്ള പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും സൗകര്യങ്ങൾ ഡിജിറ്റൽ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള വെർച്വൽ ലേണിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ ക്രിയേഷനിലും അവർ വലിയ മുന്നേറ്റമാണ് നിൽക്കുന്നത്. അവർക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു 10 യൂണിവേഴ്സിറ്റി എടുത്ത് അതിൻ്റെ അകത്തൊരു സ്ഥാനം കാണും ഈ ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യയിൽ, അത് കേരളത്തിൽ നമുക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഒരു ചാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് എന്താണ് ഞാൻ പറയാം, മുൻപേ അഡ്വാൻസ്ഡായിട്ട് നീങ്ങുന്നവർക്കും ചിന്തിക്കുന്നവർക്കും മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ IIT മദ്രാസിന് കോവിഡ് വന്നപ്പം മനസ്സിലായി കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരു ക്യാമ്പസിൽ സജീവമായിട്ടുള്ള പഠനം ഇല്ലാതെ വന്നാൽ അഡ്വാൻസ്ഡായിട്ട് മുൻകൂട്ടി ഒരു പഠനാവസരവും ഒരുക്കുന്നതായിരുന്നു ഡിജിറ്റൽ ഫോം ഓഫ് ലേണിംഗ് ലൈക്ക് ഡാറ്റാ സയൻസിലുള്ള എന്ന് പറയുന്ന പോലെ ഈ ജെയിൻ യൂണിവേഴ്സിറ്റി അഡ്വാൻസ്ഡായിട്ട് ആയിരിക്കാം ഒരുപക്ഷെ കുട്ടികളെ റെഗുലർ മോഡ് ഓഫ് ലേണിങ്ങിനെക്കാളും കൂടുതൽ ഇപ്പോൾ ഓൺലൈനിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും. അത് വെറുതെ ഒരു കോഴ്സ് കൊടുക്കുന്നതായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. കോഴ്സിനോടൊപ്പം അവർക്ക് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഷൻസ് കൊടുക്കുന്നു, എംപ്ലോയബിലിറ്റി സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നു, കരിയർ മെൻറ്ററിങ് കൊടുക്കുന്നു. അങ്ങനെയെല്ലാം വളരെ വിപുലമായ രീതിയിൽ ഒരു ടോട്ടൽ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടാകുന്നു, വളരെ ഫ്ലെക്സിബിൾ ആകുന്നു. അറ്റ് ദ സെയിം ടൈം വളരെ 50% 50% മാർക്ക് വേണം ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. 50% മാർക്കുള്ളൊരു കുട്ടിയെ പ്ലസ് 2 കഴിഞ്ഞ് UG പറ്റുള്ളൂ, UG കഴിഞ്ഞ് PGക്കും പറ്റുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഈ ഓൺലൈൻ PGയിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഡിഗ്രിയിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നത്? അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും പറയാം. അഡ്മിഷൻസ് എപ്പോഴും ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. കോഴ്സും ഓൺലൈനാണല്ലോ. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പം പ്രധാനമായും പരിഗണിക്കുന്ന നമ്മുടെ ഇതാണ് നമ്മളുടെ ഒരു മാർക്ക് പെർസെൻറ്റേജ് നോക്കുന്നു. അപ്പോൾ ഓൺലൈനിൽ ആർക്കും ജസ്റ്റ് പാസ്സായവർക്കൊക്കെ പഠിക്കാമെന്നുള്ള രീതിയിൽ ഇല്ല. പക്ഷേ ആർക്കും അവിടെ ഈ ഓൺലൈനിൽ പഠിക്കുന്നവർക്ക് ആർക്കും ഒരു 40% മാർക്കെങ്കിലും മേടിച്ച് പാസ്സാകാനുള്ള രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ 100% പാസിംഗ് റേറ്റാണ് ഓൺലൈൻ ഇതിൽ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം അതിന് വളരെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റുകളും അസൈൻമെൻറ്റുകളും കൃത്യമായിട്ടുണ്ട്. അസൈൻമെൻറ്റുകൾ എത്രമാത്രം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നു അത്രമാത്രമേ ഓൺലൈൻ ഒക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡിൽ സാറ് പറഞ്ഞു ഇപ്പോൾ അസസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, അസൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ റെഗുലർ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രി എക്സ്പോഷർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി വിസിറ്റ്സ് കിട്ടാറുണ്ട്. അതെ, പ്രോജക്ട്സ് അവർക്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് അല്ലെങ്കിൽ കമ്പനീസിൽ പോയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരങ്ങളുണ്ട്. ഓൺലൈൻ ഡിഗ്രിയുടെ കാര്യത്തിൽ വരുമ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാണ്? IB ട്രിപ്സ്, അതായത് ഇവർക്ക് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രികളിൽ വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി വിസിറ്റ്. അപ്പം വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ ലേണിങ്ങിൽ നിർബന്ധമായും ഉണ്ടാവും. പക്ഷേ ഓൺലൈൻ മോഡിലും അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ ഒരു ലേണർക്ക് അതിനുള്ള
അത് ഓൺലൈനിൽ അത് പറയുന്നുണ്ട്. ഇൻറ്റേർണൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ വിസിറ്റിങ്ങും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടേണ്ടതുണ്ട്. കാരണം ഇവരുടെ ഡിഗ്രി റെഗുലർ ഓഫ്ലൈൻ മോഡലിൽ നിന്നും ഒരു വാല്യുവേഷൻ കുറവില്ല, ഒന്നുമില്ല. അപ്പോൾ സെൽഫായിട്ട് നമ്മൾ പഠിച്ചെടുക്കാനുള്ള ഫ്രീഡം നമുക്ക് അവിടെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റിയുടെ പെർമിഷനോടുകൂടി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാം. ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇൻ കൊളാബറേഷൻ വിത്ത് ദ യൂണിവേഴ്സിറ്റി. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിൽ അവർക്ക് വരാം. അപ്പോൾ അത് ഒരു മാൻഡേറ്ററി ആണ്. അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിശദമായിട്ട് എടുക്കാൻ പോകുന്ന ഗ്രാജുവേഷൻ ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുമ്പം ഇതെല്ലാം കൃത്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻറ്റേൺഷിപ്പ് പണ്ട് നമുക്ക് അത്ര കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഈസ് എ മസ്റ്റ്. അറ്റ് ദ സെയിം ടൈം അത് നമ്മുടെ ഒരു തൊഴിൽ പ്രാവീണ്യത്തിനുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയാണ്, ഒരു മുന്നൊരുക്കമാണ്. അപ്പം പരിശീലനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വി ആർ പ്രാക്ടീസിങ് ഇൻ അഡ്വാൻസ് ത്രൂ ദി ഇൻറ്റേൺഷിപ്പ് ഓർ അതർ എക്സ്പോഷേഴ്സ് ഔട്ട്റീച്ച് പ്രോഗ്രാംസിലൂടെയാണ്. ഓക്കെ. സോ സർ, നമ്മൾ സംസാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോപ്പ് ഔട്ട് ചെയ്ത് വന്നത് മനസ്സിൽ, നമ്മൾ ഈ ഓൺലൈനായിട്ടുള്ള എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ PG ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടീച്ചിങ് മേഖലയിലേക്ക് പോകാനായിട്ട് സാധിക്കുമോ? പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള എബ്രോഡ് പോകാനുള്ള ചാൻസസ് എത്രമാത്രമാണ്? ഇതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു അടുത്ത ഒരു ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് അതേ തുടർന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഉപരിപഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളുമാണ്. ഉപരിപഠന സാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഒരു PG കഴിഞ്ഞാൽ പിന്നെ നമുക്ക് UGCയുടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള UGC നെറ്റ് ക്ലിയർ ചെയ്ത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് പല അറ്റംപ്റ്റുകൾ എഴുതാം. അപ്പം ഞാനൊക്കെ UGC നെറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ നെറ്റ് എഴുതിയെടുത്താൽ നമുക്ക് കോളേജ് ലെക്ചർ ആകാനുള്ള യോഗ്യതയാണ്, പെർമനൻറ്റ് ലെക്ചറാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഫെലോഷിപ്പും അതിനകത്തുണ്ട്. അതേ സെയിം ടെസ്റ്റ് തന്നെ. അപ്പോൾ ആ ടെസ്റ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് മുമ്പേ ഞാൻ സൂചിപ്പിച്ചതാണ്. ആ ഫെലോഷിപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് മാസം നമുക്കൊരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സാലറി ഒരു കണ്ടിജൻറ്റ് ഫീസോടുകൂടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തുടരാം. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ റിസർച്ച് ചെയ്യണം. അതിനോടൊപ്പം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഗവേഷണം നടത്തി PhD കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് 5 വർഷം വരെ ഒക്കെ സമയമെടുത്ത് നമുക്ക് തീർക്കാനാണ്. അപ്പം ഈ ഓൺലൈൻ ഡിഗ്രിയിലൂടെ നമുക്കൊരു തുടർ പഠന സാധ്യത എന്ന് പറയുമ്പം അത് തെളിയുന്നത് ഈ യോഗ്യതയിലൂടെയാണ്. അപ്പം ഈ ഓൺലൈൻ ഡിഗ്രി എടുത്താലും നമുക്ക് നെറ്റ് എഴുതാം. ഓൺലൈനിലാണ് PG എടുത്തതിന് ശേഷമാണ് നെറ്റ് എഴുതുന്നത്. അപ്പോൾ ഓൺലൈൻ പഠിച്ചത് കൊണ്ട് നെറ്റ് എഴുതാൻ മേലാന്നില്ല, ആർക്കും എഴുതാം എന്നുള്ള കാര്യം നോക്കുക. പക്ഷേ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ശ്രദ്ധിക്കണം. സോഷ്യൽ സയൻസിന് 50%, സയൻസ് വിഷയം 55%, മാത്സ് മസ്റ്റാണ്. പിന്നെ സാറ് ചോദിച്ചതുപോലെ ഈ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം നമുക്കുണ്ടാകാനുള്ള എബ്രോഡ് ഓപ്പർച്യൂണിറ്റിയാണ്, പുറത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി. പുറത്ത് ഉറപ്പായിട്ടും എല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ അംബീഷ്യസ് ആയിരിക്കുന്നത് പുറത്ത് പോയി സെറ്റിലാവുക, വെൽ സെറ്റിൽഡ് ആവുക. അപ്പം അങ്ങനെയുള്ള വെൽ സെറ്റിൽമെൻറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞെങ്കിൽ ആ മാസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഗ്രാജുവേഷനെ അണ്ടർ ഗ്രാജുവേഷനായും നമ്മുടെ PGയെ ഗ്രാജുവേഷനായിട്ടുമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം. 3 എന്നുള്ളത് മാറി 4 വർഷത്തെ ഗ്രാജുവേഷൻ പ്രോഗ്രാമായി, ഓണേഴ്സ് ഡിഗ്രി ആയി. ഓണേഴ്സ് ഡിഗ്രി ആകുമ്പോൾ നമ്മുടെ ഡിഗ്രിക്ക് ഇച്ചിരിയോടെയൊക്കെ ഒരു വിലയായി. അതുകൊണ്ടാണ് മാസ്റ്റേഴ്സ് UG കഴിഞ്ഞ് നമുക്ക് നേരെ വേണമെങ്കിൽ എന്തിലേക്ക് പോകാം, UG കഴിഞ്ഞ് നേരെ നമുക്ക് റിസർച്ചിലോട്ട് ഇപ്പോൾ പോകാം. ഈ ഓണേഴ്സ് കഴിഞ്ഞ് അതുവരെ അങ്ങനെ സാധ്യതയുണ്ട്. അപ്പം വിദേശത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഏത് രാജ്യത്തും നമുക്ക് ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യേണ്ടി വരും. ഈവൻ ഏറ്റവും കൂടുതൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് MSW അതേപോലെയുള്ളത് MBA ഒക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അതിൻ്റേതായ ബ്രിഡ്ജ് കോഴ്സുണ്ട്. നമ്മളുടെ ഫീൽഡിൽ നിന്നും പെട്ടെന്നൊരു ജോലി കിട്ടാൻ പറ്റുന്ന
തരത്തിലുള്ള ഏജൻസികളൊക്കെ നമ്മളെ പരമാവധി അത്തരത്തിലുള്ള ഒരു കോഴ്സിലേക്ക് നമ്മളെ അവിടെ ലഭിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ തൊഴിൽ സാധ്യതകളെ മുന്നിൽ കണ്ട് നമുക്ക് ബ്രിഡ്ജ് കോഴ്സ് എടുക്കാം. അപ്പോൾ അങ്ങനെ ബ്രിഡ്ജ് കോഴ്സ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നു, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ പറയുന്നു, സ്കില്ലിന് പ്രാധാന്യം കൊടുക്കണം. അതിൽ ഗ്ലോബൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ഈസ് എ മസ്റ്റ്. അതിലൂടെയാണ് നമ്മുടെ ആത്മവിശ്വാസം അളക്കാൻ പോകുന്നത്. അതിലൂടെയാണ് നമ്മുടെ സ്കില്ല് എന്തുമാത്രം കൊണ്ട് നമ്മൾ എങ്ങനെ ആണ് നാളെ വർക്ക് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അവർ അസസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവോട് കൂടി നമ്മൾ എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പം ഒരു മാസ്റ്റേഴ്സും കൂടി ആകുമ്പോൾ നമുക്ക് പോയിന്റ് കിട്ടും. ചില രാജ്യങ്ങളിൽ മാസ്റ്റേഴ്സിന് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ കാനഡയിലൊക്കെ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെങ്കിൽ പോയിന്റ് ഉണ്ട്. അപ്പം ഓൺലൈനിലാണെങ്കിലും അത് അക്സെപ്റ്റഡ് ആണ്, റെഗുലർ മോഡിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പോയിന്റോടുകൂടി നമുക്ക് പെട്ടെന്ന് PR-ലേക്കും അല്ലെങ്കിൽ ജോലിയിലേക്കും ഒക്കെ കയറാം. അപ്പം ഈ ഒരു അവസരം അങ്ങനെയും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ സാധ്യതയാണ്. അപ്പം അങ്ങനെ ഒരു എബ്രോഡ് ഓപ്പർച്യൂണിറ്റിയും നാട്ടിലെ ഓപ്പർച്യൂണിറ്റിയും എല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി വേണം ഒരു കോഴ്സ് എടുക്കാൻ. സമയമില്ല, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് എന്തെങ്കിലും സംശയിച്ചും ആലോചിച്ചും ഒക്കെ സമയം കളയുന്നതിന് പകരം ഏതെങ്കിലും പ്രസക്തമായ മികച്ച ഇതേപോലെയുള്ള യൂണിവേഴ്സിറ്റികളെ കണ്ടെത്തി ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാവാതെ, ഇപ്പോൾ UG കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് ഉണ്ടായിട്ട് PG ചെയ്തിട്ട് അല്ലെങ്കിൽ PG കഴിഞ്ഞ് വീണ്ടും വലിയ ഗ്യാപ്പ് ഉണ്ടാക്കാതെ, ഒരു ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല, നേരെ അത് ചെയ്യുക. ഒരു ഡൗട്ടും കൂടി, നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈനായിട്ട് PG എടുത്തു, സിറ്റുവേഷൻ മറ്റ് പല സാഹചര്യങ്ങൾ വശാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെ. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഓൺലൈൻ PG നമുക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ചെയ്ത് ഈ പറഞ്ഞ മാർക്ക് യൂണിവേഴ്സിറ്റി റിക്വയർ ചെയ്യുന്ന മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, മാൻഡേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നതിലും ഒക്കെ നല്ലത് കണ്ടിന്യൂ വിത്ത് യുവർ എഡ്യൂക്കേഷൻ ആൻഡ് യുവർ എക്സലൻസ്. പക്ഷേ എപ്പോഴും ഓർക്കണം, നമ്മുടെ മാനവിക വിഷയങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ഉപരിപഠനം നടത്തും തോറും നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുമൊക്കെ വികസിക്കും. അപ്പം UG നമ്മൾ കാര്യമായി പഠിക്കുന്നില്ലെങ്കിൽ PG വരുമ്പോഴത്തേക്ക് നമ്മൾ അല്പം കൂടി വ്യക്തമായി പഠിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ അല്പം കൂടി വളർന്നു, വികസിച്ചു, ചിന്തിക്കാൻ പറ്റും. ഇപ്പം ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണോ ഹയർ സെക്കൻഡറിയിലെ കുട്ടിയുടെ ചിന്ത അതാണോ ഗ്രാജുവേഷൻ പഠിക്കുന്നത്? കാരണം ആ കുട്ടി വളരുന്നതിനോടൊപ്പം ബുദ്ധിപരമായ തീരുമാനം എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവുണ്ടാവും, ആർജിച്ചെടുക്കുന്നു. ആ ആർജവ പാഠവും ഈ പറയുന്ന വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, UG ഞാൻ പഠിച്ചതിനെ കഴിഞ്ഞും കോൺട്രിബ്യൂഷൻ എനിക്ക് PG ചെയ്താൽ കിട്ടും, നടക്കും എന്ന് വിചാരിച്ചാൽ മതി. PG എന്ന് പറയുന്നത് എസ്പെഷ്യലി MBA പ്രോഗ്രാംസ് എല്ലാം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ളൊരു വലിയൊരു ചവിട്ടുപടിയാണ്. എനിക്ക് പേഴ്സണലായിട്ട് എൻകറേജ് ചെയ്യാനുള്ളത്, പ്രേക്ഷകരോട്, എന്നെ കാണുന്ന കാൻഡിഡേറ്റ്സിനോട്, വർക്കിംഗ് പ്രൊഫഷണൽസിനോട് എനിക്ക് എൻകറേജ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ സാധ്യതകൾ അധികം വിദൂരത്തല്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ സൈനപ്പ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കാം, നിങ്ങൾക്ക് അടുത്തൊരു ഷിഫ്റ്റിലേക്ക് അഡ്വാൻസ് ചെയ്യാൻ നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നു എന്നുള്ളതാണ്. സോ ഇതിനുപരിയായിട്ട് സാറിന് എന്താണ്? എനിക്ക് വളരെ സാറ് പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ചില ട്രെൻഡുകളിൽ ഒരു ട്രെൻഡാണ് BTech കഴിഞ്ഞ് MBAയിലേക്ക് പോകുന്നു. BTech കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടാതെ വെറുതെ നടക്കാതെ ഒരു ജോലി ചെയ്തിട്ട് MBA ഒപ്പത്തിനും ജോലിയോടൊപ്പം MBA ചെയ്യാൻ ഓൺലൈൻ PG പ്രോഗ്രാം ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന പോലെ മറ്റ് ഗ്രാജുവേഷൻസ് ഒക്കെ ചെയ്തവർക്കും വളരെ എളുപ്പത്തിൽ ഒരു PG ചെയ്യാനുള്ള സാധ്യത ആണല്ലോ. അപ്പോൾ ആ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, നമുക്കൊരു PG വളരെ ഇതിൻ്റെ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഫീസിൽ നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പം വളരെ കുറഞ്ഞ ഫീസും കൂടെയാണ്. കുറഞ്ഞ ഫീസ് എന്ന് പറയുമ്പം കമ്പയർ ടു അതർ പ്രോഗ്രാംസ്. അപ്പം ഓഫ്ലൈനിൽ നമ്മൾ പഠിക്കുന്നതിലും കുറഞ്ഞ ഫീസ് മാത്രമല്ലല്ലോ, നമുക്കൊരു ക്യാമ്പസിൽ പോയി പഠിക്കാൻ റെഗുലറായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു 100 മുതൽ 200 രൂപ എങ്ങനെയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വേണം. പട്ടച്ചെലവും അതുപോലെ അത് അല്ലാതെ ചിലവും എല്ലാമായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അതൊരു മാസമാകുമ്പോൾ എത്ര രൂപയായി ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ നല്ലൊരു തുക, 1 ലക്ഷം രൂപ ക്രോസ് ചെയ്യും. അത് തന്നെ 1 ലക്ഷം രൂപ ക്രോസ് ചെയ്യും ആ യാത്രക്കൂലി തന്നെ. അപ്പോൾ അതെല്ലാം സേവ് ചെയ്യുന്നുണ്ട്.
അത് സേവ് ചെയ്യുന്ന അത് അങ്ങനെ ഒരു തുച്ഛമായ രീതിയിലുള്ള കണക്കെടുപ്പല്ല. പകരം ഞാൻ പറയുന്നത് ആ സമയം, ഈ 2 വർഷം PG ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്കൊരു മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന ജനറേറ്റ് ചെയ്യുന്ന ഇൻകം പ്ലസ് സേവ് ചെയ്യുന്നതും കൂടെ കൂട്ടുമ്പം ഒരു 3 ലക്ഷം രൂപ പ്ലസ് അല്ലേ. തീർച്ചയായും. അപ്പോൾ അതിൻ്റെ 4-1 മുടക്കണ്ട ഒരു PG പ്രോഗ്രാമിന്, യൂണിവേഴ്സിറ്റിയിലെ ഓൺലൈൻ പ്രോഗ്രാമിന്. അപ്പം PG ആയി, ഈ പറഞ്ഞ ജോബ് വർക്ക് 2 years വർക്ക് എക്സ്പീരിയൻസ് ആയി, അതുപോലെ നമ്മൾ മൊത്തം ആഘോഷമായിട്ട് ലൈഫ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്ന് ചെറുപ്പക്കാർക്ക് കഴിയുന്നത് ഒരു വലിയൊരു മുന്നേറ്റമാണ്. പണ്ട് നമുക്കിങ്ങനെ ഓൺലൈൻ ഡിഗ്രി ഇല്ലായിരുന്നു, ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസിനകത്ത് പഠിച്ചാൽ പഠിച്ചു, ഇല്ലേ ഇല്ല. അത് പഠിക്കുന്നത് തന്നെ ഈ പറയുന്ന പോലെ നോട്ട് കുത്തിയത് വായിച്ച് പഠിച്ച്. ഇതിപ്പം വളരെ വളരെ ഈസി ആയിട്ടുള്ള മോഡ് ഓഫ് എക്സാം അല്ലേ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ആരും തന്നെ തോക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് നമുക്ക് ട്രയൽ ആൻഡ് എറർ പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ. പിന്നെ ഈ തലമുറ ആരാ? ഡിജിറ്റൽ ജനറേഷനാണ്. ഈ ഡിജിറ്റൽ ജനറേഷന് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് പഠിപ്പിക്കുന്നവർക്കാരും പിന്നെയും പാടും, പിള്ളേർക്ക് ഇതൊക്കെ വല്ല പാടണം. അപ്പം അതുകൊണ്ട് മെറ്റീരിയൽസ് കൃത്യമായി അവർക്ക് അസസ് ചെയ്യാനും പഠിക്കാനും ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാനും, യാത്ര ചെയ്ത് ചുമ്മാ സിനിമ കാണാൻ പോകുമ്പോൾ പോലും ഇൻ്റർവെല്ലിന് പോലും വേണമെങ്കിൽ ഇതിൻ്റെ നോട്ടുകളൊക്കെ വേണം വായിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും എവിടെയും അവർക്ക് കൂടെ കൊണ്ടു കിടന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അവരുടെ ഒരു സിസ്റ്റത്തിൽ തന്നെ സാധനം കയ്യിൽ ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു വലിയ മുന്നേറ്റത്തിന് ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പത്തിനൊപ്പം ഈ പറയുന്ന പോലെ ഇനിയും ഇപ്പം നമ്മൾ പറയുന്നതിനേക്കാളും വിപുലമായ രീതിയിൽ ഒരുപാട് ക്യാമ്പസുകൾക്ക് അവരുടേതായ ഓൺലൈൻ മോഡ് ഓഫ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾ അൺഎക്സ്പ്ലോർഡ് പാത്തിലോട്ട് പോട്ടെ. നോബഡി ഹാസ് യെറ്റ് ടു ഗോ ഫസ്റ്റ് ടൈം ഫ്രം യുവർ ഹൗസ്. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു കരിയർ പാത്ത് വേസ് വെട്ടി തുറക്കാനിടയാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വണ്ടർഫുൾ വേർഡ്സ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് ടുഡേ.